ഒരു ഗ്രാമത്തിന്റെ അങ്ങേ അറ്റത്ത് തകർന്നു വീഴാറായ ഒരു കൊച്ചു കുടിൽ നിന്നിരുന്നു. കാലം വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിച്ചു പോയ ഒന്നാണതെന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു ആ കുടിലിന്റെ അവസ്ഥ. ചുവരുകളിൽ നിന്ന് മണ്ണ് അടർന്നു വീണിരുന്നു. മേൽക്കൂര പലയിടത്തും തകർന്നിരുന്നു. മഴക്കാലത്ത് വെള്ളം അകത്തേക്ക് ഇറ്റിറ്റു വീഴുമായിരുന്നു. ആ കുടിലിൽ ഒരു വൃദ്ധ താമസിച്ചിരുന്നു. അവർക്ക് ഏകദേശം 70 വയസ്സുണ്ടാകും. കൂന് വന്ന നട്ടെല്ല്, മങ്ങിയ കാഴ്ച, മുഖത്താകട്ടെ ചുളിവുകൾ മാത്രമല്ല, കടന്നുപോയ വർഷങ്ങളുടെ വേദന വ്യക്തമായി എഴുതപ്പെട്ടിരുന്നു. ഗ്രാമവാസികൾ അവരെ കസ്തൂരി ദേവി എന്ന് വിളിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവരെ വിളിക്കാൻ ആരെങ്കിലും ഉണ്ടാവുക എന്നത് അപൂർവമായിരുന്നു. കാരണം ആർക്കു വേണ്ടിയാണോ അവർ ജീവിതം മുഴുവൻ ജീവിച്ചു തീർത്തത്, ആ മകൻ 10 വർഷം മുൻപ് ഒരു രാത്രി പെട്ടെന്ന് വീട് വിട്ടു പോയതാണ്. പിന്നീട് ഒരിക്കലും മടങ്ങി വന്നില്ല. കസ്തൂരി ദേവിയുടെ ജീവിതം ഇപ്പോൾ മറ്റുള്ളവരുടെ ദയയിലായിരുന്നു നിലനിന്നിരുന്നത്. ഏതെങ്കിലും അയൽവാസി 2 നേരത്തെ ആഹാരം നൽകും. ആരെങ്കിലും പഴയ വസ്ത്രങ്ങൾ നൽകും. ചിലപ്പോൾ ഗ്രാമത്തിലെ സ്ത്രീകൾ കുറച്ച് ധാന്യം കൊടുക്കും. അതുകൊണ്ടൊക്കെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങിയിരുന്നത്. രാവിലെ അവർ കുടിലിന് പുറത്തിരിക്കും. കയ്യിൽ പഴയൊരു ജപമാല, ചുണ്ടുകളിൽ മന്ത്രിക്കുന്ന പ്രാർത്ഥനകൾ. കണ്ണുകൾ ആ മൺപാതയിലേക്ക് ഇടയ്ക്കിടെ നീളും. ഇന്നും അവൾക്ക് പ്രതീക്ഷയുണ്ട്, ഒരുപക്ഷെ തന്റെ മകൻ മടങ്ങി വരുമെന്ന്. എന്നാൽ സുഹൃത്തുക്കളെ, അവർക്കറിയില്ലായിരുന്നു തന്റെ മകൻ മടങ്ങി വരുമെന്ന്. പക്ഷേ അന്ന് അവനൊരു മകനായിട്ടല്ല, മറിച്ച് ആ ജില്ലയുടെ മുഴുവൻ DM ആയിട്ടായിരിക്കും മടങ്ങി എത്തുക എന്ന്. 10 വർഷം മുൻപുള്ള കാര്യമാണ്. കസ്തൂരി ദേവി ഒരു തൊഴിലാളിയുടെ ഭാര്യയായിരുന്നു. ഭർത്താവ് രാംധൻ ഓരോ ഗ്രാമങ്ങളിലും നടന്ന് പാടങ്ങളിലും ഇഷ്ടിക കളങ്ങളിലും ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് വീട്ടു ചെലവ് നടത്തിയിരുന്നത്. എങ്കിലും ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ കഴിഞ്ഞു പോയിരുന്നു. പിന്നെ ഒരു ദിവസം അപ്രതീക്ഷിതമായി രാംധന് ഒരു രോഗം പിടിപെട്ടു. ചികിത്സിക്കാൻ പണമില്ലായിരുന്നു. ആശുപത്രി ദൂരെയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രാംധൻ ഈ ലോകം വിട്ടുപോയി. അന്ന് കസ്തൂരി ദേവി വിധവയായി. അന്നു തന്നെ അവർ മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമെടുത്തു. എന്തു വന്നാലും തന്റെ മകൻ മോഹനെ തെറ്റായ വഴിയിലേക്ക് പോകാൻ അനുവദിക്കില്ലെന്ന്. അന്ന് മോഹന് വെറും 6 വയസ്സായിരുന്നു. നിഷ്കളങ്കൻ, തിരിച്ചറിവില്ലാത്തവൻ. പിതാവിന്റെ ചിതയിലെ തീ അവന്റെ ഭാവി വരെ ദഹിപ്പിക്കുന്നത് പോലെയായിരുന്നു. കസ്തൂരി ദേവി മറ്റുള്ളവരുടെ വീടുകളിൽ ജോലി ചെയ്യാൻ തുടങ്ങി. പാടങ്ങളിൽ പണിയെടുത്തു. ചിലപ്പോൾ ഇഷ്ടിക കളങ്ങളിൽ പോയി പാത്രം കഴുകി, അടിച്ചുവാരി. പക്ഷേ മകനെ പട്ടിണിക്കിട്ടില്ല. തന്റെ പങ്കിലെ പകുതി റൊട്ടി അവന് നൽകിക്കൊണ്ടിരുന്നു. കാലം കടന്നുപോയി.